നമസ്കാരം. ഇടതുപക്ഷ സ്വതന്ത്ര എം.എൽ.എ. പി.വി. അൻവറിന്റെ തുറന്ന പറച്ചിലിൽ ഇടതുപക്ഷ സർക്കാരും അതോടൊപ്പം തന്നെ പിണറായി വിജയനും വലിയ രീതിയിൽ നാണം കെട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അൻവറിന്റെ ഓരോ തുറന്നു പറച്ചിലിലും പിണറായി വിജയന്റെ ഇരട്ടച്ചങ്കെന്ന പദത്തിൽ തറയ്ക്കുകയുണ്ടായിരുന്നു. അൻവർ ഒരിക്കലും ഇടതുപക്ഷത്തെ പറ്റിയോ പിണറായി വിജയനെ കുറിച്ച് തുറന്ന ഒരു പോരിൽ പോകുമെന്ന് പാർട്ടി പോലും കരുതിയിരുന്നില്ല. അൻവറിന്റെ ഉദ്ദേശം എന്താണെന്ന് ആർക്കും ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. കാരണം ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുകയും അതുപോലെ അതോടൊപ്പം തന്നെ ഇടതുപക്ഷവുമായി ഒരു തരത്തിലുമുള്ള ബന്ധം ഇനി ഉണ്ടാകില്ല എന്ന തുറന്ന സമ്മതമാണ് അൻവർ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. പുതിയ പാർട്ടി രൂപീകരിച്ച് യു.ഡി.എഫിന്റെ ഒപ്പം നിൽക്കാനുള്ള ഒരു തീരുമാനമായിരിക്കുമോ അൻവറിന്റെ ശ്രമമെന്നാണ് ആദ്യം കരുതിയെങ്കിലും പിന്നെ നടന്നത് യു.ഡി.എഫിനെ പോലും, അതായത് വി.ഡി സതീശിനെയും സുധാകരനെയും രമേശ് ചെന്നിത്തലയെ അടക്കം അമ്പരിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു പിന്നീട് നിലമ്പൂരിൽ അരങ്ങേറിയത്. ഒന്നാമത്തെ കാര്യം, നിലമ്പൂരിൽ അൻവറിന്റെ മാസ് പ്രസംഗമാണെന്ന് കരുതി മാധ്യമങ്ങളും കോൺഗ്രസിനും ഉണ്ടായത് വലിയ നഷ്ടമാണ്. ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് മാധ്യമങ്ങൾക്ക് തന്നെയാണ്. കാരണം അവർ പരസ്യമെല്ലാം ഉപേക്ഷിച്ചാണ് അൻവറിന്റെ പ്രസംഗം ലൈവ് കവർ ചെയ്യാനായിട്ട് എത്തിയത്. ഇടതുപക്ഷത്തിനെതിരെയും പിണറായി വിജയനെതിരെയും വലിയ രീതിയിൽ ആരോപണങ്ങളുടെ അസ്ത്രങ്ങളെല്ലാം തൊടുത്തിവിടുമെന്നായിരുന്നു മാധ്യമങ്ങൾ കരുതിയത്. അതോടെ അവരുടെ ചർച്ചകളെല്ലാം അവർ നിർത്തിയിട്ടാണ് അൻവറിന്റെ പ്രസംഗം കവർ ചെയ്യാനെത്തിയത്. പക്ഷേ പിന്നെ നടന്നത് ഇടത് വലതുപക്ഷ മാധ്യമങ്ങൾ പോലും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അൻവറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതായത് അൻവർ മലപ്പുറത്തെ പ്രസംഗത്തിൽ CPM-നെ വിമർശിച്ചിരുന്നു എങ്കിലും അൻവറിനെ വാനോളം പുകഴ്ത്തിയത്, അൻവർ ഏറ്റവും കൂടുതൽ പുകഴ്ത്തിയത് BJP ആണ്. ഒരിക്കലും BJP ഇത് വിചാരിച്ചിട്ടുണ്ടാവില്ല അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പുകഴ്ത്തലുണ്ടാവുന്നത്. കേരളത്തിൽ BJP അധികാരത്തിൽ വരുമെന്ന് അൻവർ പറഞ്ഞതിൽ എല്ലാവർക്കും ഒരു സംശയമുണ്ടായിരുന്നു. അതോടെ BJP പ്രൊഫൈലുകൾ അടക്കം വലിയ രീതിയിൽ അൻവറിന്റെ ഈ വീഡിയോ ആഘോഷമാക്കുകയാണ്. 2026-ൽ BJP ഉന്നമിടുന്നത് 25 സീറ്റുകളാണെന്നും അതോടൊപ്പം തന്നെ 2031-ൽ BJP കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് യാതൊരു സംശയവുമില്ല എന്ന് അൻവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു കാര്യം ഉറപ്പാണ്, BJP 2026-ൽ നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുമെന്ന കാര്യം, കേരളത്തിൽ താമര വിരിക്കുമെന്ന കാര്യം ഉറപ്പായി. ഇതോടുകൂടി BJPക്ക് തിരക്കില്ല എന്നും സാവധാനമാണ് അവർ വളരുന്നതെന്നും BJPയുടെ വളർച്ച താത്കാലികമല്ല എന്നും അതൊരു സ്ഥിരതയുള്ള വളർച്ചയാണെന്നും അൻവർ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് നിലമ്പൂരിന്റെ മണ്ണിൽ തന്നെ. കേന്ദ്രത്തിന് വ്യക്തമായ ഒരു ധാരണയുണ്ട്. കേരളം എങ്ങനെ പിടിക്കണമെന്ന് മോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ നല്ല രീതിയിൽ അറിയാമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടിംഗ് ശതമാനം വലിയ തോതിൽ കുറഞ്ഞിട്ടും പാർട്ടി ഒരു അന്വേഷണം പോലും നടത്തിയില്ല. അൻവറിന്റെ BJPയോടുള്ള തുറന്ന സമീപനം വലിയ രീതിയിൽ തന്നെ BJP ക്യാമ്പുകൾക്ക് ഒരു ആഹ്ലാദത്തിന്റെ അലയൊലികളാണ് വന്നിട്ടുള്ളത്. കൂടാതെ അൻവർ പാർട്ടി രൂപീകരിച്ച് UDF-ൽ ഒപ്പം നിൽക്കുമോ അതോ BJPക്ക് ഒപ്പം ചേരുമോ എന്ന ചോദ്യമാണ് നിലവിൽ രാഷ്ട്രീയ നിരീക്ഷകരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കേരളവും ഇനി അറിയാനുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അൻവറിന്റെ ഈ പ്രസ്താവനയിൽ ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു. കേരളത്തിൽ എന്തായാലും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ, അതായത് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ BJP അധികാരത്തിൽ വരുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അതിന്റെ ആദ്യപടിയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP എന്തായാലും നിയമസഭയിൽ അക്കൗണ്ട് തുറക്കും. അതിപ്പോൾ അൻവർ പറഞ്ഞിട്ട് മാത്രം തന്നെ നമുക്കത് അറിയണമെന്നില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിന്റെ ഒരു റൂട്ട് വെച്ച് നോക്കുമ്പോൾ BJP എന്തായാലും വരുന്ന നിയമസഭയിൽ BJPയുടെ നേതാക്കൾ നിയമസഭയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്.